മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ജില്ലയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർക്കുള്ള പ്രതിരോധ കുത്തിവെപ്പും പോളിയോ തുള്ളിമരുന്ന് വിതരണവും ആരംഭിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന വാക്സിനേഷൻ ക്യാമ്പിൽ മണ്ഡലത്തിലെ 275 പേർ കുത്തിവെപ്പെടുത്തു. മഞ്ചേരിയിലെ വാക്സിനേഷൻ ക്യാമ്പ് ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് തേനത്ത് ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് തീർത്ഥാടകർക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തിങ്കളാഴ്ച കുത്തിവെപ്പ് നടന്നു. ചൊവ്വാഴ്ച പെരിന്തൽമണ്ണ, തിരൂർ ജില്ലാ ആശുപത്രികൾ, മലപ്പുറം താലൂക്ക് ആശുപത്രി, 8-ന് തിരൂർ ജില്ലാ ആശുപത്രി, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി, താനൂർ ഹെൽത്ത് സെന്റർ, 9-ന് പെരിന്തൽമണ്ണ, തിരൂർ ജില്ലാ ആശുപത്രികൾ, കൊണ്ടോട്ടി, തിരൂരങ്ങാടി, പൊന്നാനി, അരീക്കോട്, കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രികൾ, താനൂർ ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിലും കുത്തിവെപ്പ് നടക്കും. തീർത്ഥാടകർ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഹാജരായി കുത്തിവെപ്പെടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കുള്ള കുത്തിവെപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കേരളത്തിലൊട്ടുക്കും ഇപ്പോൾ ഈ കുത്തിവെപ്പ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ്. മഞ്ചേരി മണ്ഡലത്തിൽ 274 ഹാജിമാരാണ് ഉള്ളത്. ഇത് സ്ത്രീകളും പുരുഷന്മാരും 70 വയസ്സ് കഴിഞ്ഞവരും ഇൻഫൻ്റ് 2 വയസ്സ് തികയാത്ത ഒരു കുഞ്ഞു പോലും ഈ മഞ്ചേരിയിലുണ്ട്. ഏതായാലും എല്ലാ ആളുകൾക്കും മെനിഞ്ചസ് കുത്തിവെപ്പും പോളിയോ തുള്ളിമരുന്നും എല്ലാം അവർക്ക് നൽകും. കഴിഞ്ഞ് അവരുടെ റെക്കോർഡ്സ് മൊത്തം ഓൺലൈനിൽ ആശുപത്രി അധികൃതർ തന്നെ ഓൺലൈനിൽ കയറ്റിയിട്ട് സീലും അടിച്ചിട്ട് എല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് ആറ്റ് കാർഡ് ഹാജിമാരെ കയ്യിൽ കൊടുത്ത് നമ്മളവരെ ഇവിടുന്ന് പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ വിശ്വജിത്ത്, ഷീജ, ദിബിൻ ഘോഷ്, ട്രെയിനർ കണ്ണിയൻ മുഹമ്മദ് അലി, വി അബ്ദുറഹ്മാൻ, ഇ സുലൈമാൻ, VS പ്രിനു, സുലൈക്ക നെല്ലിക്കുത്ത്, ആയിഷ, കൊടക്കടൻ ഷഹീദ് അലി, KT നജീബ്, ലവീന ബെന്നറ്റ്, CM ശിവല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.